കൃഷ്ണരാജ് രാവിലെ 6:20 പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട ബസ്സിലെ ഡ്രൈവറാണ് ഹെൽമറ്റ് ധരിച്ച് ഇന്ന് ബസ് ഓടിച്ച് വൈറലായിരിക്കുന്നത്. രാവിലെ ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഷിബു തോമസ് പത്തനംതിട്ട ഡിപ്പോയിലെ ഡ്രൈവറാണ്. കൊല്ലത്തേക്ക് ബസ് പോവുകയായിരുന്നു. അടൂര് വെച്ച് ബസ് സമരാനുകൂലികൾ തടഞ്ഞു. ഏതുവിധേനയും ജോലി ചെയ്യണം, യാത്രക്കാർക്ക് ക്ലേശമൊന്നും ഉണ്ടാക്കരുത്, ആ ഒരു ചിന്തയോടുകൂടിയാണ്. പക്ഷേ സേഫ്റ്റിയും നോക്കണം. സമരാനുകൂലികൾ ഏത് വിധേനയും ബസ് തടയുന്നതിനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് സൂചനകൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആനന്ദപ്പള്ളി പിന്നിട്ടപ്പോഴേക്കും ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഹെൽമറ്റ് ധരിക്കാം എന്നുള്ള മാർഗം അദ്ദേഹം സ്വീകരിച്ചത്. ഇദ്ദേഹത്തിന് അടൂരിൽ ഈ സമരാനുകൂലികൾ ബസ് തടയും എന്നുള്ള ചില സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടറും ഡ്രൈവറും ചേർന്ന് ചില മുൻകരുതലുകൾ സ്വീകരിക്കുകയും എന്തായാലും എന്തെങ്കിലും രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ ശരീരത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ഹെൽമറ്റ് ധരിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്തായാലും ഷിബു തോമസ് പത്തനംതിട്ട ഡിപ്പോയിലെ KSRTC ഡ്രൈവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഹെൽമറ്റ് ധരിക്കാം എന്നുള്ളൊരു ആശയം എന്താണ് വന്നത്? സേഫ്റ്റി തന്നെയാണ് അല്ലെ? നമ്മള് ടൂ വീലറിൽ പോകുമ്പോഴും ഫോർ വീലർ പോകുമ്പോഴും സേഫ്റ്റിയുടെ അഭാവമായിട്ടാണ് നമ്മൾ സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ധരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും സേഫ്റ്റിക്ക് അനുയോജ്യമായ സാധനമാണല്ലോ ഹെൽമറ്റ്. അപ്പം ഏത് ദിശയിൽ നിന്ന് നമുക്ക് ആക്രമണം ഉണ്ടാകും നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പൊ നമ്മൾ മുൻകരുതലാണ്. കാരണം പത്തനംതിട്ട വണ്ടി വിട്ടപ്പോൾ റോഡിലും തിരക്കില്ലായിരുന്നു. പക്ഷേ അവിടെ ഇവിടെ നോക്കുക 1-2 പേര് യാത്രക്കാർ കയറി പല സ്ഥലങ്ങളിൽ ഇറങ്ങി. അപ്പം എന്തായാലും അടൂരിന്ന് പറയുമ്പോൾ നല്ലൊരു ജംഗ്ഷൻ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അറിയാം എന്തെങ്കിലും ഒരു ഇവിടെ സംഭവങ്ങൾ ഉണ്ടാകാം. നമ്മളൊരു മുൻകൂട്ടി ഞാൻ ആനന്ദപ്പള്ളി കഴിഞ്ഞപ്പോൾ ഹെൽമെറ്റ് എടുത്ത് വെച്ചു. പക്ഷെ ഞാൻ ഹെൽമെറ്റ് എടുക്കത്തില്ലായിരുന്നു. പക്ഷെ അപ്പൊ നമ്മുടെ കൂട്ടുകക്ഷികൾ പറഞ്ഞു ഹെൽമെറ്റ് വണ്ടി വെച്ചോ. അവരൊരു സാഹസികമായ രീതിയിൽ ഒരു തമാശ രീതി പറഞ്ഞു എങ്കിലും ഞാനത് ഹെൽമെറ്റ് എടുത്ത് വണ്ടി വെച്ചു. അപ്പൊ അത് ആനന്ദപ്പള്ളി കഴിഞ്ഞപ്പോൾ ഹെൽമെറ്റ് വെച്ചു. കാരണം നമുക്ക് നമ്മുടെ അവയവങ്ങളില്ലെങ്കിൽ നമുക്ക് ഇതല്ലെങ്കിൽ വേറെ എന്ത് ജോലി നമ്മൾ ചെയ്യാൻ നമ്മുടെ അവയവങ്ങൾ വേണമല്ലോ. ഏതൊരു അവയവങ്ങളായാലും കണ്ണായാലും മൂക്കായാലും ഏതായാലും. അപ്പൊ ആ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനത്തെ വെച്ച് മാത്രം നമ്മുടെ സേഫ്റ്റി. കഴിഞ്ഞ തവണ ഈ ഇത്തരത്തിലൊരു പണിമുടക്കുണ്ടായപ്പോൾ ഒരു ഡ്രൈവർ ഹെൽമറ്റ് വെച്ച് ബസ് ഓടിക്കുന്ന ഒരു വൈറൽ ദൃശ്യങ്ങൾ ഉണ്ടായി. അത് താങ്കളായിരുന്നോ അതോ ഇത് ആദ്യമാണോ? അല്ലല്ല, ഞാനിപ്പം ഈ അടുത്ത സമയത്ത് കയറുക. അപ്പൊ ഞാനൊരു 6-7 മാസമുള്ള ഞാൻ KSRTC അതിന് പിന്നെ പല പ്രൈവറ്റ് ബസ്സിലായിരുന്നു. ശരീരത്തിനൊക്കെ പരിക്കേൽക്കുന്ന രീതിയിലേക്ക് ഈ സമരം മാറിയേക്കാം, സമരത്തിന്റെ പ്രതിഷേധം മാറിയേക്കാം എന്നുള്ളൊരു സൂചന വലിയ രീതിയിലുണ്ട്. അതെ നമുക്ക് പറയാനല്ലോ. ഓരോ മനുഷ്യ 4 പേര് കൂടുമ്പോൾ പിന്നെ ഓരോ സംഭവങ്ങൾ വർഷമായി വരുമല്ലേ. അപ്പം ഏത് രീതിക്കാണ് അങ്ങനെ ആരൊക്കെ ചിലപ്പം സമരത്തിന് അനുകൂലിക്കുന്ന ആൾക്കാരിലായിരിക്കും ചിലപ്പോൾ കല്ലെറിയുന്നത്, മാറി ഒന്ന് കല്ലെറിയും. അന്നേരം ആ പാർട്ടിക്കാർ ഏത് പാർട്ടി ആയിക്കട്ടെ, ഞാൻ പാർട്ടിയെ കുറ്റം പറയല്ല, ഏത് പാർട്ടി ആയിക്കട്ടെ, പക്ഷെ അതിനുവേണ്ടി അപ്പൊ അത് ആൾക്കാർ മുതലെടുക്കുന്ന ആൾക്കാർ കാണും. അപ്പം എന്തും ആയിക്കോട്ടെ ഏതും ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് വണ്ടിയുടെ ഗ്ലാസ് പൊട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ നമ്മളിപ്പം കണിയാന് ചോദിക്കാനൊക്കെ ഈ ഗ്ലാസ് പൊട്ടി നമ്മുടെ കണ്ണിൽ കൊള്ളുവോ മൂക്കി കൊള്ളുവോ തലയിൽ കൊള്ളുവോ പറയാനില്ല. പക്ഷെ നമ്മുടെ അവയവങ്ങൾ കേട് പറ്റിയാൽ നമ്മുടെ വീട്ടുകാർക്ക് പോയി. എവിടെ ജോലി ചെയ്താലും നമ്മുടെ അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അമ്മയുണ്ട്, വൈഫുണ്ട്. അപ്പൊ അവരുടെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും. എന്റെ ഫാദർ മരിച്ചിട്ട് ഇപ്പം 10-20-25 വർഷമായി. അപ്പൊ ഞാൻ എന്റെ വീട്ടിലെ കാര്യം നോക്കാം. അപ്പം നമ്മളോട് കടപ്പിലായി പോയാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബസ് തടയാൻ വേണ്ടി ആളുകൾ അടൂരിന്റെ അടുത്തുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിരുന്നോ? ഇല്ല, ഒരു ചെറിയ സൂചന കിട്ടിയായിരുന്നു. പക്ഷെ ഇത്രത്തോളം നമ്മൾ പ്രതീക്ഷിച്ചില്ല. എവിടെ എത്തിയപ്പോഴാണ് ബസ് തടഞ്ഞത്? അത് നമ്മുടെ ഈ അടൂര് സ്റ്റാൻഡേർഡ് ഇറങ്ങുന്ന സമയത്ത് ആ റോഡ് വെച്ച് തന്നെ തടയായിരുന്നു. സ്റ്റാൻഡേർഡല്ല, ആ മെയിൻ റോഡ് വെച്ച് തന്നെ തടയായിരുന്നു വണ്ടി. യാത്രക്കാരപ്പം അതിന് മുന്നിൽ 3-4 പേര് പല സ്ഥലത്തുനിന്ന് കയറിയാണ്. അപ്പൊ അവരൊക്കെ ചില സ്റ്റോപ്പിൽ ഇറങ്ങി. പിന്നെ 3 പേര് വണ്ടിക്കകത്തുണ്ടായിരുന്നു. അപ്പൊ ഇവര് തടഞ്ഞപ്പോ ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി കാണുമ്പോൾ യാത്രക്കാർക്കും അവർക്കും അവർ മനുഷ്യരല്ലേ. അപ്പൊ അവരും പേടിച്ച് ബാക്കിലെ ഡോറിനോടെ അവര് ഇറങ്ങി. അവര് ഏത് സ്ഥലങ്ങളാക്കാന്ന് അറിയത്തില്ല, അവര് ഇറങ്ങിപ്പോയി. സംഘർഷ സാധ്യത വന്നപ്പോൾ യാത്രക്കാർ തനിയെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ പറഞ്ഞു അവര് ബാക്ക് ഡോറുകൾ ഇറങ്ങിപ്പോയി. നമ്മൾ സ്റ്റാൻഡിൽ കൊണ്ട് വണ്ടി പിടിച്ചപ്പോൾ യാത്രക്കാരെ കണ്ടില്ല. ഇനിയിപ്പോ എങ്ങനെയാണ്? ഇനിയിപ്പോ ബസ് ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണോ? ഇനിയിപ്പോ ഓടുന്നില്ല. പക്ഷെ അപ്പൊ ഇതിന്റെ സമരം പറഞ്ഞാൽ രാത്രി 12 മണി വരെയല്ലേ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്താ പറയുക, ഇവര് പോകാതെ നമുക്ക് എന്തൊരു മുന്നറിയിപ്പ് കിട്ടാതെ പോകാനൊക്കത്തില്ല. കാരണം ഇതിനകത്ത് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മളതിന് ഉത്തരവാദികളുടെ പ്രവൃത്തി. ഈ ഹെൽമെറ്റ് ധരിച്ചു പോലും ബസ് ഓടിക്കുമ്പോഴത്തേക്കിന് യഥാർത്ഥ ഒരു KSRTC ജീവനക്കാരൻ, ഒരു ജോലിയോട് കൂറ് പുലർത്തുന്ന ഒരു ജീവനക്കാരൻ എന്നാണ് തോന്നുന്നത്. അപ്പൊ എന്താണ് ഈ സമരത്തെ അനുകൂലിക്കുന്നതാണോ പ്രതികൂലിക്കുക? എന്താണ് അതിനെപ്പറ്റി, സമരത്തെ പറ്റി പറയുന്നത്? സമരത്തെ അനുകൂലിക്കല്ലോ. നമ്മൾ ജോലി ചെയ്യുക, ഞാൻ ജോലി ചെയ്യുക, നമുക്ക് ജോലി കിട്ടുമോ? സോറി, നമ്മൾ സാമ്പത്തികം കിട്ടും. അതാണ് നമ്മൾ പ്രതിഷേധത്തിനല്ലല്ലോ. നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യുക. കാരണം ഒരു പ്രസ്ഥാനം തുടങ്ങാൻ, ഏത് പ്രസ്ഥാനം തുടങ്ങാൻ ശകലം ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് പൂട്ടിക്കെട്ടാൻ ഒരു പ്രയാസമില്ല. അതാണ് കാര്യം. ഇപ്പൊ ഞാൻ KSRTC ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഏത് പ്രസ്ഥാനമല്ല. അങ്ങനെയല്ല. ഇപ്പം എറണാകുളത്ത് പല കമ്പനികളും പല സംഭവങ്ങളും പൂട്ടിയിട്ടുണ്ട്. അത്
ഇങ്ങനെ KSRTC ഒരു സാധാരണ ജനങ്ങൾക്കുള്ളൊരു സേവനമാണ്. ആ സേവനം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ നിരത്തിലിറക്കുക എന്നുള്ളതാണ് അങ്ങയുടെ ഉദ്ദേശം. അതെ. ഞങ്ങൾ വന്ന വഴിക്കായാലും 3-4 പേരിങ്ങനെ നടന്ന് ക്ഷീണിച്ച് അവസ്ഥയായി വരുന്നു. അപ്പൊ ഒരു ബസ് കണ്ടപ്പോൾ അവരൊരു എന്തോ അവർക്കൊരു നല്ലൊരു ഫീലിംഗാ. കാരണം എനിക്ക് പോകേണ്ട സ്ഥലത്ത് പോയി ചെന്ന് എത്തിപ്പെടാൻ ഒക്കുമല്ലോ. അല്ലെ രാവിലെ അസമയത്ത് ഇറങ്ങിയായിരിക്കും. ഇപ്പം ചിലപ്പോൾ നമുക്ക് ബസ്സിനാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ചെല്ലുന്ന സ്ഥലത്താണ് ചിലപ്പം 1 മണിക്കൂർ 1.5 മണിക്കൂറായിരിക്കും ചെല്ലുന്നത്. അപ്പൊ അവരുടെ എന്താ പറയുക, വീട്ടിലെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു നടപടി ഉണ്ടാവുമല്ലോ. സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നൊരു ഉദ്ദേശമായിരുന്നു ഈ ഹെൽമെറ്റ് ധരിച്ച് യാത്ര ബസ് ഓടിക്കുക. അതൊരു വശം. രണ്ടാമത്തത് നമ്മുടെ സേഫ്റ്റിയാണ് മെയിൻ കാര്യം. കാരണം നമുക്ക് നമ്മുടെ അവയവങ്ങളില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്താ പറയുന്നത് വേറൊരു ജോലി ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അതാണ് നമ്മുടെ സേഫ്റ്റി. പിന്നെ യാത്രക്കാർ അതുപോലെ നമ്മൾ സാധാരണ സ്പീഡിൽ പോകുന്ന പോലെ വണ്ടികളല്ല, നമ്മൾ നോർമലായിട്ട് ഒരു 20-25-30 മൈൽ സ്പീഡിൽ താഴെ വണ്ടി ഓടിക്കുക. കാരണം പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടായി നമുക്ക് വണ്ടി സഡൻ ബ്രേക്ക് ആവണം. ആ രീതിയിലുള്ള മുൻകരുതലുണ്ടായിരുന്നു. ഉണ്ട്. ഞാൻ അല്ല, നമ്മുടെ കണ്ടക്ടർ സാർ നമ്മുടെ വണ്ടിയിലുണ്ട്. അപ്പോൾ സാധാരണ ഒരു ഓർഡിനറി പോകുന്ന പോലെ നോർമൽ ഇത് LS ചൈന. പക്ഷെ നമുക്ക് ഇന്ന സമയം ഇന്ന സ്റ്റാൻഡ് കീപ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നോക്കാതെ നമ്മൾ അതിനേക്കാളും സ്ലോ ആയിട്ട് നോർമലായിട്ടുള്ള സ്പീഡിൽ ഞാൻ വണ്ടി ഇവിടെ കൊണ്ടെത്തിച്ചു. അപ്പോൾ രണ്ട് രീതിയിലുള്ള മുൻകരുതലുകൾ അത് സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഹെൽമെറ്റ് ഉപയോഗിച്ചു. ഒപ്പം തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു അക്രമസമരം ഉണ്ടാകാമെന്നുള്ള പ്രതീക്ഷയിൽ വളരെ സ്ലോ ആയിട്ടാണ് ബസ് ഓടിച്ചതെന്ന് പറയുന്നത്. ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിച്ച ഡ്രൈവറെ പോലെ തന്നെയാണ് നമുക്ക് കണ്ടക്ടറും. എന്താ വെച്ചാൽ ഇതൊരു ടൗൺ അല്ലേ, ഇവിടെ ഒരു KSRTC ഡിപ്പോ ഒക്കെ ഉണ്ട്. അവിടെ യൂണിയൻകാർ കാണും, അവർ തടയും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുൻകരുതലുമായിട്ടൊക്കെയാണ് വന്നത്. അതിന്റെ മുൻകരുതലായിട്ട് തന്നെ അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചതും. അദ്ദേഹം പറഞ്ഞു വണ്ടി വളരെ സ്ലോ ആക്കി ഏത് നിമിഷം വേണമെങ്കിലും ഒരു സമര പ്രക്ഷോഭങ്ങളുമായിട്ട് പ്രതിഷേധ സമരക്കാർ ഉണ്ടാകാം എന്നുള്ള പ്രതീക്ഷയിൽ അത്തരത്തിലുള്ള മുൻകരുതലുകൾ നിങ്ങൾ സ്വീകരിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും മുൻകരുതലോട് കൂടി തന്നെയാണ് ബസ് മുന്നോട്ട് നീങ്ങിയത്. അല്ല, അദ്ദേഹം മുൻകരുതലോടുകൂടി തന്നെയാണ് വന്നത്. എനിക്ക് ഏറ്റവും അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു 3-4 പേര് ഞങ്ങൾ നോക്കുമ്പോൾ ക്ഷീണിച്ച് അവസരമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്, വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അതേ അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി അവരോട് കയറാൻ പറഞ്ഞു. അവരെ കയറി ഇരുന്നപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാനങ്ങനെ രാവിലെ വേണ്ടി നടക്കുമായിരുന്നു, വണ്ടി കാണുമോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ അദ്ദേഹം കൊണ്ട് നിർത്തി അവരെ കയറ്റിയാണ് കൊണ്ടുവന്ന് ഇപ്പുറത്ത് അവരുടെ സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അതായത് എന്നും വരുന്നതിനേക്കാളും നല്ല സ്ലോയില്. സാധാരണക്കാര് റോഡിൽ വലയുന്ന ഒരു കാഴ്ചയെ നിങ്ങൾ സാക്ഷ്യം വഹിച്ചിരുന്നു. ഞങ്ങള് അവർക്ക് രക്ഷകരായി എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു? അപ്പൊ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി, ഇതൊരു കൂടുതൽ ചർച്ചാ വിഷയമൊക്കെ ആയി മാറുകയാണ്. സാധാരണക്കാർക്കാണ് KSRTC കൊണ്ടുള്ള സേവനം ഉണ്ടാകുന്നത്. നിങ്ങൾ ഏത് വിധേനയും അത് ബസ് നിരത്തിലിറക്കാനുള്ള ഒരു ശ്രമവും നടത്തി. എന്ത് തോന്നുന്നു രണ്ടുപേർക്കും, സഹപ്രവർത്തകരായ രണ്ടുപേർക്കും? സന്തോഷം. എന്താ വെച്ചാൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ടിൽ നമുക്ക് അവരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഒരു അവസരം ദൈവം തന്നു എന്ന് വേണം പറയാന്. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ജോലി ചെയ്യാൻ സാധിച്ചു. നമുക്ക് വിശപ്പാണല്ലോ യൂണിയൻ എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് ജോലി ചെയ്താലും നമുക്ക് ശമ്പളമുണ്ട്. ആ ശമ്പളം ജോലി ചെയ്ത് ശമ്പളം കിട്ടി ജീവിക്കുമ്പോൾ അതൊരു സന്തോഷം വേറെ അല്ലയോ? അതുമാത്രം സന്തോഷം. ഈ സമരക്കാർ ഇവിടുന്ന് അടൂരിൽ നിന്ന് ബസ് എടുക്കാൻ അനുവദിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കണം. ഇവിടെ കുടുങ്ങിപ്പോയി എന്ന് വേണം പറയാൻ. യൂണിയൻകാര് മാറിക്കഴിയുമ്പോൾ സമരക്കാര് 12 മണിക്ക് മാറത്തോളം എന്ന് പറയുന്നു. അന്നേരത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകാം. ബസ്സിൽ നിറയെ ആളുണ്ടായിരുന്നു. ബസ്സിൽ 7 പേരായിരുന്നു യാത്രക്കാര്. അവര് ഈ പ്രതിഷേധം നമ്മള് കുറച്ചുപേര് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇറങ്ങി. ഇവിടെ വന്ന് സമരക്കാർ തടഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ ഇറങ്ങിപ്പോയി. വണ്ടി ആരുമില്ല, യാത്രക്കാരില്ലാതാണ് അകത്ത് വന്നത്. രണ്ടുപേരും ഇന്ന് ഈ രീതിയിൽ ഒരു ജോലി ചെയ്യാൻ സാധിച്ചതിന്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ്. കാരണം സാധാരണക്കാർ വിഷമിച്ച് ദുരിതത്തില് റോഡിൽ നിരത്തിൽ അവശനിലയിലൊക്കെ കണ്ട കാഴ്ചയും അവരിപ്പോൾ നമ്മളോട് പങ്കുവച്ചു. അങ്ങനെയുള്ളവർക്കിടയിലേക്ക് സാധാരണക്കാരുടെ വാഹനമായ KSRTC-യുമായി എത്താൻ സാധിച്ചതിലുള്ള സന്തോഷവും രണ്ടുപേരും പങ്കുവച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്, ശരി. അതായത് മന്ത്രി സമയം ഇപ്പം ഏകദേശം സമയം 10:30 ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ചായ കുടിച്ചു. നമ്മുടെ അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുമ്പിൽ ഒരു തട്ടയുടെ അവിടുത്തെ ഒരു ചായ മാത്രം കുടിച്ചു. വിശപ്പും ദാഹവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി നിരത്തിലിറക്കിയിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. KSRTC അതിന്റെ സന്തോഷം. ഹെൽമെറ്റ് ധരിച്ചാണെങ്കിലും ഇത്രയും ദൂരം കൊല്ലത്തുനിന്ന് പത്തനംതിട്ടയിൽ നിന്ന് അടൂർ വരെയെങ്കിലും കുറച്ച് ആളുകളെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിന്റെ ഒരു സന്തോഷം കൂടിയാണ് രണ്ടുപേരും പങ്കുവെക്കുന്നത്. ശരിയാണ്. ഈ ഗതാഗത മന്ത്രിയെ വിശ്വസിച്ച് പണിയെടുക്കാൻ വന്നവരാണ്. അപ്പോഴും ആ ഡ്രൈവറുടെ ദീർഘവീക്ഷണം സമ്മതിക്കാതെ വയ്യ. കാരണം കേരളത്തിൽ SIക്കും സാധാരണ മനുഷ്യർക്കും സുരക്ഷയില്ലാത്ത ഈ കാലത്ത് ഹെൽമറ്റ് വെച്ച് വണ്ടിയോടിച്ച് മതിയാകൂ എന്ന അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിന് ഒരു സല്യൂട്ട് കൊടുക്കണം. ഏതായാലും ജനങ്ങൾക്കൊപ്പമാണ് തൊഴിലാളികളിൽ പലരും എന്ന കാര്യം സർക്കാർ മറക്കരുത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.